എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ KCB ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്കുള്ള PSC പരീക്ഷ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 30-നാണെന്ന് PSC ഇത് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 30-ന് ഈ പരീക്ഷ നടക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇനി പ്രിപ്പയർ ചെയ്യാനായി കിട്ടുന്ന സമയം ഏകദേശം 3 മാസമാണ്. 90 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ 90 ദിവസം കൊണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്? പല കുട്ടികളും ഡീമോട്ടിവേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഇനി പഠിക്കാൻ സമയമുണ്ടോ? പഠിക്കാൻ സമയമുണ്ട്, പക്ഷേ വ്യക്തമായൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ സിലബസിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കോമ്പറ്റീഷൻ എത്രയാണെന്നും നിങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പല കുട്ടികളും ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന കുറേ കുട്ടികളുണ്ട്. വേറൊരു ഭാഗത്താണെങ്കിൽ ഇത് വളരെ നിസ്സാരമാണ്, പെട്ടെന്ന് നിസ്സാരമായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ, കാരണം വേക്കൻസി ഒരുപാടുണ്ടല്ലോ, അത്രയും ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടില്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇതെല്ലാവർക്കുമുള്ള ഒരു അനാലിസിസ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. അവസാനം വരെ കേട്ടിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ജില്ലയിൽ ഒരു വേക്കൻസിക്ക് വേണ്ടി എത്ര പേര് മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 സെപ്റ്റംബറിനാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ PSCയുടെ പ്രൊഫൈലിൽ കയറി 12/7/2026 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് ജൂലൈ 12 വരെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കുക, അതായത് നമ്മുടെ ഓരോ ജില്ലയിലുമുള്ള വേക്കൻസി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണവും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് സിമ്പിളായി നിങ്ങളൊന്ന് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു വേക്കൻസിക്ക് വേണ്ടി എത്ര കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതല്ല ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. കാരണം എന്താ? കാരണം ഇതിൽ ഈ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും എഴുതണം എന്നില്ല, മാത്രമല്ല വേക്കൻസീസ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 60% എടുക്കുകയാണെങ്കിൽ പോലും, അതായത് അപ്ലൈ ചെയ്യുന്നവരിൽ തന്നെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരും അതുപോലെ വേക്കൻസി കൂടുകയാണെങ്കിലും അതിനനുസരിച്ച് ഏകദേശം നിങ്ങൾ ഓരോ ജില്ലയിലും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വേക്കൻസിക്ക് വേണ്ടി ഏകദേശം 15 മുതൽ 18 ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവൽ. ഇവിടെ ജസ്റ്റ് ഒന്ന് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടും, പക്ഷേ ഇതല്ല നിങ്ങളുടെ കോമ്പറ്റീഷൻ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ അടുത്ത സ്ലൈഡിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാൻ നമ്മുടെ കയ്യിൽ ഇനി അവശേഷിക്കുന്നത് 90 ദിവസങ്ങളാണ്. ആ 90 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കുക. അതിനോടൊപ്പം നിങ്ങൾ കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കുക. ഈ ഓരോ ജില്ലയിലും നിങ്ങൾ ആവറേജ് എടുത്ത് അതിൻ്റെ ഒരു 60% എടുത്തു കഴിഞ്ഞാൽ, കാരണം എത്ര പേര് അപ്ലൈ ചെയ്യുന്നു, വേക്കൻസി കൂടുന്നു, അതൊക്കെ അനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു വേക്കൻസിക്ക് വേണ്ടി 15 മുതൽ 18 ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് ഒരു നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിച്ചു തുടങ്ങാനായിട്ട്. ആ ഒരു കോൺഫിഡൻസ്, ഇത് പേടിക്കാനല്ല പറയുന്നത്. നോക്കുക, കോൺഫിഡൻ്റ് ആയിരിക്കുക, പക്ഷേ ഈ കോമ്പറ്റീഷനെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. കാരണം എന്താ? ഇത്രയും പേര് മത്സരിക്കുന്നുണ്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടി. അത് ഞാൻ പറയുന്നത്, ഇത്രയും പേര് എഴുതുന്നില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക, ഇതിന്റെ വേക്കൻസി കൂടുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ പോലും ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു പോസ്റ്റിലേക്ക് 15 മുതൽ 18 ആൾക്കാർ വരെ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. പോയിന്റ് ക്ലിയർ ആണോ? അതിനനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം പല കുട്ടികളും പറയുന്നുണ്ട്, എന്താണ് കട്ട് ഓഫ് കുറയോ, അപ്പോൾ അധികം കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും കിട്ടുമോ? അതിനുള്ള വ്യക്തമായിട്ടുള്ളൊരു ആൻസറും ഞാൻ ഈ വഴിയെ പറയുന്നുണ്ടാവും. അത് നോക്കുക. അപ്പോൾ കട്ട് ഓഫ് കുറയുമെന്ന് വിചാരിച്ച് കോമ്പറ്റീഷൻ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. ഈ പറയുന്നത് ഇതാണ് ഇതിൻ്റെ എന്താണ് റേഷ്യോ എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി എങ്ങനെ പഠിക്കാം? ഈ ഒരു നമ്മുടെ കയ്യിൽ 90 ദിവസമാണുള്ളത്. മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ പരീക്ഷ നമുക്കറിയാവുന്ന പോലെ ഇതിന്റെ സിലബസ് ഒരു ITA ലെവൽ ഇലക്ട്രിക്കൽ സിലബസ് ആണ്. എക്സാം ലാംഗ്വേജിനുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എക്സാം ലാംഗ്വേജ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് തന്നെയായിരിക്കും. 100 ചോദ്യങ്ങൾ 90 മിനിറ്റിലാണ് നമുക്ക് എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 1 മാർക്കാണ്. കറക്റ്റ് ആൻസർ ചെയ്യുകയാണെങ്കിൽ 1 മാർക്കാണ്. തെറ്റായിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെങ്കിൽ 1/3 മാർക്ക് എന്ത് ചെയ്യുക, അതായത് നെഗറ്റീവ് മാർക്ക് 0.33 മാർക്ക് ഓരോ തെറ്റ് ഉത്തരത്തിനും പോകും. അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ടുള്ള ഉത്തരം മിനിമം സമയത്തിൽ എഴുതുക എന്നുള്ളത് നമ്മളുടെ വിജയത്തിന് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യം കൂടി മനസ്സിലാക്കാം. ഇനി നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സിലബസ് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അതേ ലെവലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തേ പറ്റുകയുള്ളൂ. ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കാം. 10 മോഡ്യൂൾ, ഓരോ മോഡ്യൂളിലും 10 മാർക്ക് വെച്ചിട്ടാണ് എന്ത് PSC മാർക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട്. ഏത് അറ്റം വരെ അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ പഠിക്കണം എന്നുള്ളതും കൂടി ഞാൻ പറയുന്നുണ്ടാവും. നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നും ഞാൻ പറയുന്നുണ്ടാവും. നോക്കുക, ജൂൺ 10 നടന്ന ഇലക്ട്രീഷ്യൻ ലൈൻമാൻ എക്സാം നിങ്ങൾ എടുക്കുക. ഈ പരീക്ഷ ജൂൺ 10 നടന്നു. ഇതൊരു ITA ലെവൽ എക്സാം ആണ്.
നോക്കുക, ഇതിൽ ചോദിച്ചിട്ടുള്ള 90-ൽ കൂടുതൽ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 91 ചോദ്യങ്ങളും ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിലും ടെസ്റ്റിലും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു മാപ്പ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റാങ്ക് ഇവിടെ തീരുമാനിക്കുന്നത് എന്താണ്. പല കുട്ടികളും ചിന്തിക്കുന്നുണ്ട് ഇതിൽ വേക്കൻസി ഒരുപാടുണ്ടല്ലോ, അപ്പോൾ കട്ട് ഓഫ് കുറയുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മളുടെ PSCയുടെ ഓരോ എക്സാം കഴിയുമ്പോഴും കട്ട് ഓഫ് കൂടുകയാണ്. ഞാനിത് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യണം. കട്ട് ഓഫ് കുറവായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യില്ല. കട്ട് ഓഫ് ഉയർന്നു തന്നെ ഇരിക്കും, പക്ഷേ എത്ര കട്ട് ഓഫ് വന്നാലും ഞാൻ ക്ലിയർ ചെയ്യും, അതിന് മാത്രം ഞാൻ പഠിക്കും എന്നുള്ളൊരു ഇച്ഛാശക്തിയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് ഇനി ഈ 90 ദിവസം ധാരാളമാണ്. ഇനി മനസ്സിലാക്കുക, നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കാൻ പോകുന്നത് ഇവിടെയാണെങ്കിലും നമ്മളുടെ ടെലഗ്രാം പോളിലൊക്കെ ഈ 91 ചോദ്യങ്ങൾ 90 കൂടുതൽ എഴുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. 75-ൽ കൂടുതൽ എഴുതിയ 100-ൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് തന്നെയുണ്ട്. ഇത് അധികം പേര് അപ്ലൈ ചെയ്ത പരീക്ഷ എന്നല്ല. നമ്മുടെ KCB വർക്കറുമായി താരതമ്യം ചെയ്യുമ്പോൾ 1/3 എന്നേക്കാൾ താഴ്ന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും അതിൽ 90-ൽ കൂടുതൽ എഴുതിയ ഒരുപാട് പേരുണ്ട്. നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളും അതായത് ഒരു ITI ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് 2 മോഡ്യൂളൊക്കെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഈ ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, ഇതൊക്കെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. ഇതിലുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, കോൺസെപ്റ്റ് ബേസ് ചെയ്ത ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താണ് മീൻ ചെയ്യുന്നുള്ള വ്യക്തമായ ഒരു വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് പല കുട്ടികളും ഈ പരീക്ഷ കഴിഞ്ഞിട്ട് എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണോ കൂടുതൽ പഠിക്കേണ്ടത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്ക് കാര്യം മനസ്സിലാക്കാം, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാം, അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, അതിൽ നിന്ന് ആ ഓരോ കോൺസെപ്റ്റിൽ നിന്നാണ് ഓരോ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതെല്ലാം അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് എങ്ങനെ വേണോ PSCക്ക് മാറ്റിയും തിരിച്ചും ചോദിക്കാം. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ വ്യക്തമായി കാണാതെ പഠിക്കാതെ മനസ്സിലാക്കിയിട്ട് പോവുക. അതാണ് നിങ്ങൾ ഈ പറയുന്ന ഈ എക്സാമിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നിട്ടുള്ളതും ടെസ്റ്റുകളിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾ, കാരണം നമ്മുടെ ഓരോ പരീക്ഷയിലും നമ്മൾ വ്യക്തമായിട്ടുള്ള ഉത്തരവും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടെസ്റ്റുകൾ എഴുതുക, ആ ടെസ്റ്റുകളുടെ മാർക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ എക്സ്പ്ലനേഷൻ വായിച്ചിട്ട് പോവുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ, അതായത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വേണം ഇനിയുള്ള 90 ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനായിട്ട്. ആ കാര്യം ഓർമ്മയിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഇതിൽ നിങ്ങൾ ചെയ്യാം, നിങ്ങൾ ഈ പറയുന്ന ഒരു എക്സാം പ്ലാനും സ്ട്രാറ്റജി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ സൈഡിൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടാവും. നോക്കുക, ഒരാഴ്ച കൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ടാവും. എന്തുകൊണ്ട് ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് റീഅറേഞ്ച് ചെയ്യാനാണ് ഈ ഒരാഴ്ചത്തെ സമയം. നോക്കട്ടെ, ഒരാഴ്ച പോലും ഞങ്ങൾ എടുക്കില്ല, ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് സിലബസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതിനോടൊപ്പം തന്നെ നമ്മളുടെ റിവിഷനും ടെസ്റ്റ് സീരീസും ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, എല്ലാ സാറ്റർഡേയും നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് തന്നെ കൂടുതലാണെന്നൊക്കെ പല കുട്ടികളും പറയാറുണ്ട്. പക്ഷേ കുട്ടികളെ ശ്രദ്ധിക്കുക, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്പീഡ് ആക്യുറസി ഒക്കെ കൂടിയാൽ മാത്രമേ ഹൈ സ്കോറിങ്, അതായത് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ITI ലെവൽ എക്സാം ആണ്. പെട്ടെന്ന് എക്സാം വന്നു എന്ന് കരുതി കട്ട് ഓഫ് കുറയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ പോസ്റ്റിലും ഓരോ വേക്കൻസിക്ക് വേണ്ടിയും ഏകദേശം 15 മുതൽ 18 ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. ഇനി അത് ഇത്തിരി കുറഞ്ഞാൽ പോലും നിങ്ങൾ മാക്സിമം എത്ര വരെ കുറയാം, 10 പേര്, അതായത് 10 പേര് ഒരു വേക്കൻസിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ കിട്ടും എന്നൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ല ഇനി എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളത് എന്താണ്, അത് എപ്പോഴും പരാജയപ്പെടുന്നവരുടെ ഒരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയല്ല, നമുക്ക് 90 ദിവസം കൊണ്ട് വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റും. വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അതിനുവേണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സാധനവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചോളുക. ഇനിയുള്ള 3 മാസം പറ്റുമെങ്കിൽ ജോലിക്കൊന്നും പോവാതെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഫ്രീ ടൈം ആണെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി അങ്ങോട്ടുള്ള 3 മാസം സിനിമ കാണാൻ സമയം കണ്ടെത്തരുത്. ചായ കൂടി അങ്ങനത്തെ ബാക്കി കാര്യങ്ങളെല്ലാം, ഈ പറയുന്ന കറങ്ങാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക. ഇതെല്ലാം 3 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാം. അതായത് സെപ്റ്റംബർ 30 നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് ജീവിതത്തിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറങ്ങാൻ പോകാൻ എല്ലാം ചെയ്യാം. പക്ഷേ ഇതെല്ലാം സെപ്റ്റംബർ 30 ശേഷം മാത്രം. കാരണം ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ
PSC വളരെ ഫാസ്റ്റായിട്ട് എക്സാം നടത്തുന്നുണ്ട്. റിസൾട്ട് ഏകദേശം 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും. അതിനുശേഷം നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നുണ്ടാവും. അതായത് 2027 ഏകദേശം ജൂൺ മാസം ആകുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആവണമെങ്കിൽ ഈ രീതിയിൽ അടുത്ത 90 ദിവസം കട്ടക്കിരുന്ന് പഠിക്കുക. അത് ഒരു കോംപ്രമൈസും ഇല്ലാതെ ഈ രീതിയിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിൽ വരാൻ സാധിക്കും. ഫസ്റ്റ് അഡ്വൈസ് തന്നെ ജോലിക്ക് കയറി പോകാൻ പറ്റും. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം ഓർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ഓഫ് കുറയും എന്ന് ചിന്തിക്കുന്ന ആരാണ്? പഠിക്കാൻ മടിയുള്ളവർ, അല്ലെങ്കിൽ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ കട്ട് ഓഫ് കുറയും എന്നെങ്ങനെയെങ്കിലും കയറി പോകാമെന്ന് ചിന്തിക്കുന്നവരാണ്. ആ മൈൻഡ് സെറ്റ് നമുക്ക് നല്ലതല്ല. കട്ട് ഓഫ് കൂടുതലായിരിക്കും, എല്ലാവരും പഠിക്കുന്നുണ്ടാവും, അതുകൊണ്ട് അതനുസരിച്ച് ഞാനും പഠിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. മാത്രമല്ല 80+ മാർക്കിന് വേണ്ടി പഠിക്കുക, എന്നാലേ ഒരു 70+ മാർക്ക് ഇത് കിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് 90+ മാർക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എഗെയിൻ അവിടെയും നമ്മുടെ സ്പീഡ്, ആക്യുറസി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മുടെ ടെസ്റ്റ് സീരീസ് വളരെ നന്നായിട്ട് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക. സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടുമെങ്കിൽ അതും കൂടി നോക്കുക. ആ രീതിയിൽ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അവിടെ ഒരു കോംപ്രമൈസ് നടക്കില്ല. നമ്മുടെ തന്നെ റാങ്ക് ഹോൾഡേഴ്സിന്റെ സ്ട്രാറ്റജിയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് പലരും ചോദിച്ചു ഇത്രയും ടെസ്റ്റുകളൊക്കെ നമ്മൾ എന്തിനാണ് ഇത്രയൊക്കെ എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണം നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത്രയും ടെസ്റ്റുകൾ, നമുക്ക് ഇതിൻ്റെ പകുതി ടെസ്റ്റുകൾ തന്നാൽ മതിയല്ലോ. എന്തിനാണ് ഇത്രയും ടെസ്റ്റുകൾ തന്നിരിക്കുന്നത്? ഈ ഓരോ ടെസ്റ്റിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇത് തന്നിട്ടുള്ളത്? കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ടെസ്റ്റുകൾ മാത്രം എഴുതി അതിൻ്റെ ഈ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അതിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ സിലബസും കൂടെ കവർ ചെയ്ത് പോവുക. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ റിവിഷനും സ്പീഡിനും ഒക്കെ എന്ത് ചെയ്യണം, ഒരുപാട് സഹായിക്കും. ആ കാര്യം കൂടെ മനസ്സിലാക്കുക. അതെല്ലാം റിവൈസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പാർട്ട് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരു മൈൻഡ് സെറ്റോടുകൂടി തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? മോട്ടിവേറ്റഡ് ആയിരിക്കുക. നിങ്ങൾക്കുള്ള അതേ സമയം തന്നെയാണ് എല്ലാവർക്കും ഈ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും 90 ദിവസമേ ഉള്ളൂ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒരു സോളിഡ് പ്രിപ്പറേഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ സൈഡിൽ നിന്ന് തരാൻ പറ്റുന്ന എന്താണ്? ക്ലാസ്സുകളിലെ ടെസ്റ്റുകൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് സിലബസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ആപ്പിൽ. ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കട്ട് ഓഫ് കുറവായിരിക്കും, സിമ്പിളായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് പോയാൽ കയറും എന്നുള്ള ചിന്താഗതി ആദ്യം എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത 90 ദിവസം ജീവിതത്തിൽ പഠിച്ചിട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പഠിക്കുക, കട്ടയ്ക്ക് വർക്ക് ചെയ്യുക. എന്നിട്ട് അതിനുവേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 വർഷം കൊണ്ട് ഗവൺമെൻറ് ജോലി നേടാം. നിങ്ങൾ ഇപ്പോൾ ഒന്ന് മെനക്കെടുകയാണെങ്കിൽ, ഈ 3 മാസം എല്ലാം മാറ്റി വെച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് ജോലി നേടാം. കാരണം എല്ലാം ഫാസ്റ്റ് ആയിട്ടാണ് PSC നടത്തുന്നത്. അതിനനുസരിച്ച് KCBയുടെ റിക്രൂട്ട്മെൻറ്റ് ഫാസ്റ്റ് ആയിരിക്കും. അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തോളുക. ഞാൻ ഈ പറയുന്ന എല്ലാം നമ്മുടെ ഒട്ടനവധി, അതായത് നമ്മുടെ ഏതൊരു ഇലക്ട്രിക്കൽ എക്സാം എടുക്കുകയാണെങ്കിലും റാങ്ക് ലിസ്റ്റിൽ 60 മുതൽ 70% കുട്ടികളും നമ്മുടെ കുട്ടികളാണ്. അത് മാത്രമല്ല, ആദ്യം ടോപ്പിൽ വരുന്ന മിക്കവാറും 10-ൽ 8 പേരൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്, ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ. 49ഓളം ഫസ്റ്റ് റാങ്ക്സ് ആണ് നമുക്ക് ഇതുവരെ ഇലക്ട്രിക്കൽ എക്സാംസിൽ മാത്രം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള 90 ദിവസം മതി നമുക്ക് പഠിക്കാനായിട്ട്. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ളൊരു സോളിഡ് പ്രിപ്പറേഷൻ പ്ലാൻ വേണം. ഈ ഹാർഡ് വർക്ക് എന്നുള്ള സാധനം വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സിലബസിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ്, സിലബസിൻ്റെ പ്ലാൻ, മോഡ്യൂൾ വൈസ് പ്ലാൻ, ഇതെല്ലാം നമ്മൾ ഇനിയും വീഡിയോസ് വരുന്നുണ്ടാവും. അപ്പോൾ ഈ KCB വർക്കർ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സ്കോർ അക്കാഡമി യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ചാനലിലും അതുപോലെ നമ്മുടെ ക്ലാസ്സുകളിലും അവൈലബിൾ ആയിരിക്കും. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. ധൈര്യമായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കാൻ റെഡി ആയിരിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ പരീക്ഷയെ നേരിടാം.